വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇരു മുന്നണികൾക്കും ഇടയിലെ ആ ഒരു ഡിഫറൻസ് വ്യത്യാസം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. 89-ലാണ് UDFിന്റെ ലീഡ് നിൽക്കുന്നത്. 48 മാത്രമായി LDFിന്റെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. 48 മണ്ഡലങ്ങളിൽ മാത്രമാണ്. അപ്പുറത്ത് 89 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ഇതാ ഇപ്പോൾ നമ്മൾക്കൊപ്പം സിജു കണ്ണൻ ചേരുന്നു. കാസർഗോഡ് 5 മണ്ഡലങ്ങൾ വേഗത്തിൽ സിജു. തൃക്കരിപ്പൂരിൽ UDF ലീഡ് ചെയ്യുന്നു എന്നാണല്ലോ വന്ന വിവരം. സിജു കണ്ണൻ, സിജുവിലേക്ക്. നഗരസഭയിൽ നിന്നാണ് വോട്ടെണ്ണി തുടങ്ങുന്നത്. ഇപ്പോൾ ആദ്യ റൗണ്ട് പിന്നിടുമ്പോൾ തൃക്കരിപ്പൂരിൽ 1821 വോട്ടിന് UDF മുന്നിൽ നിൽക്കുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ UDF ആണ് മുന്നിൽ. 4177 വോട്ടിന് കാസർഗോഡ് UDF മുന്നിൽ നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് LDFിന്റെ ഷാനവാസ് പാതൂരാണ് ഉള്ളത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ LDF ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. ഉദുമ മണ്ഡലത്തിലും LDF ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. ശരി, അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ച് ഒരു ചിത്രം വ്യക്തമായി. ഇതാ മുന്നോട്ട് പോവുകയാണ്. ആദ്യ റൗണ്ട് പൂർത്തിയായ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങൾ ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ നേമം NDA 1302 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളത് കൂടിയുണ്ട്. ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വിവരമാണ്. നേരത്തെ ഷീജ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആദ്യ റൗണ്ട് പൂർത്തിയായിട്ടില്ല, കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതാ നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ 1302 വോട്ടുകൾക്ക് നേമത്ത് ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട പുതിയ വിവരമാണ് വന്നിട്ടുള്ളത്. അതേസമയം തമിഴ്നാട്ടിൽ TVK ലീഡ് ചെയ്യുന്നു വിജയുടെ പാർട്ടി എന്ന വിവരം കൂടി വരികയാണ്. അതായത് 74 സീറ്റുകളിൽ TVKയും 52 സീറ്റുകളിൽ DMK സഖ്യവും എന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വിവരം. തൃപ്പൂണിത്തുറയിൽ 1755 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നു എന്നതാണ് തൃപ്പൂണിത്തുറയിലെ ഒന്നാം റൗണ്ട് പൂർത്തിയായി രണ്ടാം റൗണ്ടിലേക്ക് കടന്നപ്പോഴുള്ള കണക്ക് എന്ന് പറയുന്നത്. തൃപ്പൂണിത്തുറ 1755 വോട്ടുകൾക്ക് ഒന്നാം റൗണ്ട് കഴിയുമ്പോൾ അത് മികച്ച ലീഡാണ്. രാജ്കുമാർ കൂടി ചേരുന്നു. രാജ്കുമാർ, കൊല്ലത്തിപ്പോൾ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ എന്താണ് അവസ്ഥ? എവിടെയാണ് ഒരു ശക്തമായ മത്സരം അല്ലെങ്കിൽ ലീഡിൽ മാറിമറിയുന്ന അവസ്ഥ? അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ. ഇപ്പോൾ വ്യക്തമായ ഒരു LDF ലീഡ് നിലനിർത്തി പോകുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അത് ആദ്യം പുനലൂര്, 2 കൊട്ടാരക്കര, ആ നിലയിലാണ് പോകുന്നത്. ബാക്കി പല സ്ഥലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ചാത്തന്നൂരിൽ NDA ആദ്യ റൗണ്ടിൽ 17 വോട്ടിന് മുന്നിലാണ്. പക്ഷെ അത് ഇനി വരുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയൊക്കെ നോക്കുമ്പോൾ അത് മറിയാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് വ്യക്തമായി. അവിടെ കോൺഗ്രസ് UDF പത്തനാപുരത്തും ആദ്യ റൗണ്ടിൽ 2000-ഓളം വോട്ടിന്റെ ലീഡിലാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി നിലവിലുള്ളത്. അതെ, പട്ടാഴിയൊക്കെ സാധാരണ ഗണേഷ് കുമാറിന് ലീഡ് കിട്ടുന്ന സ്ഥലങ്ങളല്ലേ? അത് 2 പേർക്കും കിട്ടാവുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പട്ടാഴിയിൽ UDFിനാണ് ലീഡ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പഞ്ചായത്ത് എണ്ണിയപ്പോഴും അവിടെയും UDFിനാണ് വ്യക്തമായ ലീഡ്. യെസ്, അത് പത്തനാപുരത്തെ സംബന്ധിച്ച് എങ്ങോട്ട് മാറുന്നു എന്നതിന്റെ ഒരു സൂചനയാണോ? അങ്ങനെ പറയാറായോ? പറയാറായെന്ന് പറഞ്ഞാൽ ഒരു UDF അനുകൂലമായിട്ടുള്ള ഒരു കാറ്റുണ്ടെന്നുള്ള ഒരു ഫീലാണ് ഇപ്പോൾ പല കൊല്ലം ടൗണിലേക്ക് വരുമ്പോൾ ഇരവിപുരവും കൊല്ലം നിയോജക മണ്ഡലവും അതിൽ ഈ രണ്ടിടത്തും ഇപ്പോൾ UDF ലീഡാണ് നിൽക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഇരവിപുരത്ത് ആദ്യത്തെ 2 ബൂത്തുകൾ എണ്ണിയപ്പോൾ തന്നെ അവിടെ UDFിന് വ്യക്തമായ ലീഡുണ്ടായി. അത് LDFിന് ലീഡ് കിട്ടേണ്ട ബൂത്തുകളായിരുന്നു. അവിടെ ഇപ്പോൾ UDFിനാണ് ലീഡ്. വിഷ്ണുമോഹൻ, RSPയുടെ സ്ഥാനാർത്ഥി വിഷ്ണുമോഹനാണ് ലീഡ് കിട്ടിയിരിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ അതിന്റെ ഒരു ട്രെൻഡിങ് നിൽക്കുന്നത്. ശരി, ചവറ എങ്ങനെയുണ്ട്? ചവറയിലും ആദ്യ റൗണ്ട് ഫസ്റ്റ് റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ 1800 വോട്ടുകൾക്ക് ഷുബു ബേബി ജോൺ മുന്നിലാണ്. ശരി, അതാണ് ചിത്രം ഏതാണ്ട് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ കൊല്ലത്തും ഈ പറഞ്ഞതുപോലെ വരാൻ പോകുന്നത് എന്താണ് എന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. പലയിടങ്ങളിലും വളരെ ശക്തമായി തന്നെ UDF തിരിച്ചു വരുന്നു. ഉറപ്പുള്ള മണ്ഡലങ്ങളെന്ന് കരുതിയ ഇടത്തുപോലും LDFിന് കാലിടറുന്ന ഒരു കാഴ്ചയുണ്ട്. കൊല്ലത്ത് ആ നിലയിലുള്ളൊരു UDFിൻ്റെ മുന്നേറ്റത്തിൻ്റെ സൂചനകളാണ് ആദ്യ റൗണ്ട് നൽകുന്നത്. തിരുവനന്തപുരത്ത് അത് അത്രമേൽ പ്രകടമല്ല. അതുപോലെ ആലപ്പുഴയിലും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു.